നമസ്കാരം, ഞാൻ മുഹമ്മദ് ഷാഫി, പ്രാദേശിക സഞ്ചാരത്തിൻ്റെ കോർഡിനേറ്ററാണ്. ഗവി വനാന്തരങ്ങളിലെ ചെന്താമരക്കൊക്ക എന്ന സ്ഥലത്തേക്ക് പ്രാദേശിക സഞ്ചാരം നടത്തിയ യാത്രാ വിശേഷങ്ങളാണ് ഈ വീഡിയോയിലുള്ളത്. ഓർഡിനറി എന്ന സിനിമ ഇറങ്ങിയതിന് ശേഷമാണ് ഗവിയിലേക്ക് സഞ്ചാരികൾ കൂടുതൽ വന്നു തുടങ്ങിയത്. എന്നാൽ ആർക്കും അധികം പോവാൻ പോയിട്ടില്ലാത്ത മനോഹരമായ ഒരു സ്ഥലമുണ്ട് ഗവി വനാന്തരങ്ങൾക്കുള്ളിൽ. അത് ചെന്താമരക്കൊക്കയാണ്. ഫെബ്രുവരി 8-9 തീയതികളിലായി പ്രാദേശിക സഞ്ചാരത്തിൻ്റെ നേതൃത്വത്തിൽ 10 പേർക്ക് ചെന്താമരക്കൊക്കയിലേക്ക് ട്രെക്ക് ചെയ്ത് കൊടും കാടിനുള്ളിൽ ടെൻറ്റ് കെട്ടി ഒരു രാത്രി താമസിക്കാനുള്ള അവസരം ലഭ്യമായി. ഫെബ്രുവരി 8 തീയതി രാവിലെ പത്തനംതിട്ടയിൽ നിന്ന് 5:30 KSRTC ബസ്സിലാണ് ഞങ്ങൾ യാത്ര ആരംഭിച്ചത്. ഏകദേശം 5 മണിക്കൂറോളം വേണം പത്തനംതിട്ടയിൽ നിന്ന് ഗവിയിലേക്കുള്ള യാത്ര. ഏഴുമണി കഴിഞ്ഞപ്പോൾ ആങ്ങാമൊഴിയിലിറങ്ങി നല്ല ചൂട് പൊറാട്ടയും മുട്ടക്കറിയും കഴിച്ച് വീണ്ടും യാത്രയാരംഭിച്ചു. കാടിനുള്ളിൽ കാട്ടുപോത്തിനെയും കലമാനിനെയും എല്ലാം കണ്ട് മൂഴിയാർ ഡാമും കക്കി ഡാമും കടന്ന് ഗവിയാർ ഡാമിൻ്റെ പരിസരത്തുള്ള കേരള ഫോറസ്റ്റ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ്റെ ഓഫീസിലാണ് ഞങ്ങൾ എത്തിച്ചേർന്നത്. അല്പം വിശ്രമിച്ചതിന് ശേഷം ഗവിയാർ ഡാമിൻ്റെ സൗന്ദര്യമെല്ലാം ആസ്വദിച്ച് ഉച്ചഭക്ഷണമെല്ലാം കഴിഞ്ഞ് 3 മണിയോടെയാണ് ഞങ്ങൾ ട്രെക്കിംഗ് ആരംഭിക്കുന്നത്. പ്രാദേശിക സഞ്ചാരത്തിൻ്റെ സ്ഥിരം യാത്രികരായ ഷബീർക്ക, ഗോഡ്കർ ബ്രോ, ഡെയ്സി വക്കീൽ, ഗംഗേട്ടൻ, സുരേഷേട്ടൻ, പ്രശാന്ത്, അനീഷേട്ടൻ, ധന്യ, ലിസഞ്ചേട്ടൻ എന്നിവരാണ് സംഘത്തിലുള്ളത്. ഫോറസ്റ്റ് ഗൈഡുമാരായ ലക്ഷ്മണേട്ടനും അരുണും കൂടെ തന്നെയുണ്ട്. ശബരിമല വ്യൂ പോയിന്റിലേക്കാണ് ഞങ്ങൾ ആദ്യം പോയത്. ശബരിമലയും പൊന്നമ്പലമേടും ഒക്കെ കണ്ട് ട്രെക്കിംഗ് ആരംഭിച്ചു. കാടിൻ്റെ സൗന്ദര്യവും വന്യതയും വശ്യതയുമെല്ലാം ആവാഹിച്ച് ഞങ്ങളുടെ യാത്ര തുടർന്നു. സാധാരണ മലകയറ്റമാണെങ്കിൽ ഇത് കൊക്കയിലേക്കുള്ള ഇറക്കമാണ്. അതിമനോഹരമായ കാടിനുള്ളിലുള്ള യാത്ര പക്ഷേ അതികഠിനമാണ്. പ്രത്യേക വഴികളൊന്നും ഇല്ലാത്തതുകൊണ്ട് വഴി തെളിച്ചും വീണുകിടക്കുന്ന മരങ്ങൾ ചാടിക്കടന്നുമാണ് ഞങ്ങളുടെ യാത്ര ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. 2.5 മണിക്കൂറോളം അതികഠിനമായ സാഹസിക യാത്രയ്ക്ക് ശേഷം ചെന്താമരക്കൊക്കയുടെ സമീപത്തുള്ള ക്യാമ്പ് സൈറ്റിലാണ് ഞങ്ങൾ എത്തിച്ചേർന്നത്.
നല്ല ഒരു ചായ കുടിച്ച് ചെന്താമര കൊക്കയിലെ വെള്ളച്ചാട്ടത്തിലേക്ക് പോയി. അധികം വെള്ളമൊന്നുമില്ലെങ്കിലും തെളിനീര് പോലത്തെ ആ വെള്ളത്തിൻ്റെ കുളിർമ ഒന്ന് വേറെ തന്നെയായിരുന്നു. ഒരുപാട് കുഴികളുണ്ട് അവിടെ. ആ കുഴികളൊക്കെ നല്ല ആഴമാണ്. വളരെ ശ്രദ്ധയോടെ മാത്രമേ അവിടെ നിൽക്കാൻ കഴിയുള്ളൂ. താമര പോലെ ആകൃതിയുള്ള ആ കൊക്കയിലിരുന്ന് സൂര്യാസ്തമയം കാണുന്നത് ഒരു പ്രത്യേക അനുഭൂതി തന്നെയാണ്. അത് പറഞ്ഞറിയിക്കാൻ പറ്റുന്നതല്ല. തിരിച്ച് ക്യാമ്പിലെത്തി ഭക്ഷണമെല്ലാം കഴിച്ച് തീനാളങ്ങൾക്ക് ചുറ്റും ഇരുന്ന് കഥ പറഞ്ഞും വിവിധ യാത്രകളുടെ അനുഭവങ്ങൾ പങ്കുവച്ചും സൊറ പറഞ്ഞ് ആ രാത്രിയെ പകലാക്കി മാറ്റി എന്നുള്ളതാണ് സത്യം. കൊടും കാടിനുള്ളിൽ ഒരു രാത്രി മുഴുവൻ താമസിച്ച് അവിടെ നിന്നും പിറ്റേ ദിവസം രാവിലെ ഇറങ്ങി ആ പ്രഭാത കാഴ്ചകളെല്ലാം ആസ്വദിച്ച് ഒരുപാട് കാടിൻ്റെ വൈവിധ്യങ്ങളാർന്ന വിവിധ കാര്യങ്ങളെക്കുറിച്ചെല്ലാം മനസ്സിലാക്കി വളരെ ശാന്തമായി, ചെറിയ സംഘങ്ങളാവുമ്പോഴുള്ള ഏറ്റവും സൗകര്യം അതാണ്. ആ ചെറിയ സംഘം വളരെ യാത്ര നന്നായി അനുഭവിക്കുന്ന, നന്നായി അറിയുന്ന ആളുകൾ ഒരുമിച്ച് തിരിച്ചിറങ്ങുകയാണ്. തിരിച്ച് കയറുക എന്ന് പറയുന്നതായിരിക്കും നന്നാവുക. അങ്ങനെ ഞങ്ങൾ വീണ്ടും തിരിച്ച് ഗവിയിൽ തിരിച്ചെത്തി. അവിടെ നിന്നും ഭക്ഷണമൊക്കെ കഴിച്ച് ഞങ്ങൾ ഈ യാത്ര, ഇവിടെ അവസാനിക്കാത്ത യാത്രകളാണ് പ്രാദേശിക സഞ്ചാരത്തിൻ്റേത്. അങ്ങനെ വീണ്ടും പുതിയ ഒരു യാത്ര എത്തുന്നത് വരെ വീണ്ടും കാണാം എന്ന് പറഞ്ഞ് ഞങ്ങളവിടെ പിരിഞ്ഞു.